സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, നല്ല ജീവനോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവചനത്തെ അതിൻ്റെ പൂർണ്ണ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. നമുക്കൊരു വചനം പറഞ്ഞു പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ ഗീതം പാടി കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം നമുക്ക് ഈ സമയത്ത് ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ ഊർജം തിരികെ പിടിക്കാനുള്ളൊരു ആഗ്രഹത്തോടെ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: അവരാകട്ടെ സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും ശത്രുവിൻ്റെ മീതെ വിജയം വരിച്ചു. വാസ്തവത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന, നമ്മളെ തകർത്ത് കളയുന്ന തിന്മയുടെ സകല ബന്ധനങ്ങളുടെ മീതെ നമുക്കുള്ള അഭിഷേകമാണ് ജീവൻ്റെ വചനം. നമുക്ക് ആ വചനം ഒന്ന് ഉച്ചരിച്ച് പ്രാർത്ഥിക്കാം. അവരാകട്ടെ സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും ശത്രുവിന്റെ മേൽ വിജയം വരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ മനസ്സ് തട്ടി. അവരാകട്ടെ സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും ശത്രുവിന്റെ മേൽ വിജയം വരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ വിജയം വരിക്കാനുള്ള ശക്തി ദൈവവചനത്തിലാണ്. 23-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവ്. ഇതൊരു ആത്മീയ ബോധ്യമാണ്, വചനം നൽകുന്നൊരു ബോധ്യമാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 പൗലോസ് പറയും, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മളെ വിജയിപ്പിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന ജീവൻ്റെ വചനത്തെയാണ് നാം ശ്രവിക്കാൻ പോണത്. അതുകൊണ്ട് ഇനി സമയത്ത് ഉച്ചരിക്കപ്പെടുന്ന ഓരോ വചനവും വിശുദ്ധീകരിച്ച് നമ്മളെ സ്വന്തമാക്കുന്നൊരനുഭവം നമുക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ വേണ്ടി മനസ്സറിഞ്ഞു സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. അഭിഷേകത്തോടെ ഇന്ന് പാടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവ് നമുക്ക് നൽകുന്ന ജീവന്റെ വചനത്തെ അതിൻ്റെ മുഴുവൻ ആഴപ്പെട്ട അഭിഷേകത്തോടെ സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സിയോൻ ശാലതന്നിൽ തീനാവിന്നതുപോൽ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സിയോൻ ശാലതന്നിൽ തീനാവിന്നതുപോൽ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ,
കവിഞ്ഞൊഴുകണമേ. ഈ സമയത്ത് തിരുവചനം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും ഈ പരിശുദ്ധമായ ഗീതത്തിന്റെ അഭിഷേകം. ഓ പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിയണമേ. നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് കർത്താവിന്റെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളുടെയും രോഗാവസ്ഥകളിലേക്ക്, സാമ്പത്തിക തകർച്ചകളിലേക്ക്, പരീക്ഷ തടസ്സങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക്, മാനസിക സംഘർഷങ്ങളിലേക്ക് നമ്മൾ ഈ സമയത്ത് ഒന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, നമ്മളിപ്പോൾ പാടിയ പാട്ട് അഭിഷേകത്തോടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും സജീവമാകാൻ പരിശുദ്ധാത്മാവേ നീ വരണമേ. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും അങ്ങയുടെ അരൂപി സജീവമാക്കട്ടെ. ഞങ്ങൾ സൗഖ്യമുള്ളവരാകട്ടെ, ഞങ്ങൾ ആത്മീയമായി ബലമുള്ളവരായി തീരട്ടെ, ഞങ്ങൾ വിജയം വരിക്കുന്നവരായി തീരട്ടെ. ഞങ്ങൾ കടന്നു പോകുന്ന സങ്കടങ്ങളുടെ മീതെ ദൈവാനുഭവത്തിൻ്റെ അഭിഷേകമായി പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്നൊന്ന് പാടുകേ. പരിശുദ്ധാത്മാവേ, ആമേൻ. എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, ആമേൻ. എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വർഗത്തിന്റെ സ്തുതിപ്പിനോട് ചേർന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ തിരുവചനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഈ നിമിഷങ്ങളിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജീവൻ നൽകുന്ന വചനം, വിജയങ്ങൾ അനുഗ്രഹത്തോടെ നൽകുന്ന വചനം, കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. ഈ തിരുവചന മണിക്കൂറിൽ കർത്താവ് നമുക്കായി ഒരുക്കിയ വചനം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനമാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുന്നത് തന്നെ കരുണയുടെ പ്രഘോഷണം എന്ന പുസ്തകം എന്നാണ് അറിയപ്പെടുക. അപ്പം അതിനകത്ത് ദൈവം കരുണ കാണിക്കുമെന്നതിൻ്റെ അനേക തിരുവചനങ്ങളുണ്ട്. അതിൽ മനോഹരമായൊരു തിരുവചനമാണ് 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം. വാചകം ഇങ്ങനെയാണ്: ഞാൻ അവളെ വശീകരിച്ച് ഒരു വിജനദേശത്ത് കൂട്ടിക്കൊണ്ടുവരും. അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോട്ടങ്ങളൊക്കെ തിരികെ കൊടുക്കും. നിങ്ങളൊന്ന് മനസ്സിൽ തട്ടി ആ തിരുവചനത്തെ മനസ്സറിഞ്ഞ് ഉച്ചരിക്കാമോ? ഞാൻ അവളെ വശീകരിച്ച് ഒരു വിജനദേശത്ത് കൂട്ടിക്കൊണ്ടുവരും. അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവൾക്ക് നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോട്ടങ്ങൾ ഞാൻ അവൾക്ക് തിരികെ കൊടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഈ തിരുവചനത്തിന്റെ അല്പം കൂടി ആഴപ്പെട്ട വെളിപാടുകളിലേക്ക് ധ്യാനിക്കാം. ഹോസിയ പ്രവാചകൻ ഇസ്രായേലിൽ ജെറൊബോവാം രാജാവായിരുന്ന കാലത്ത് വചനപ്രഘോഷണം നടത്തിയ പ്രവാചകനാണ്. ജെറൊബോവാമിന്റെ കാലത്ത് ശക്തമായ തിന്മയിലേക്കും അകൃത്യങ്ങളിലേക്കും അവിശ്വസ്തതയിലേക്കും ആണ്ടുപോയൊരു ജനത്തെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ദൈവകരുണയിലേക്കും ദൈവാനുഭവത്തിലേക്കും രക്ഷയിലേക്കും മടക്കിക്കൊണ്ടുവരാൻ കർത്താവ് തെരഞ്ഞെടുത്ത് നിയോഗിച്ച പ്രവാചകനാണ് ഹോസിയ. അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവമക്കളെ തിരികെ കൊണ്ടുവരാനുള്ള കരുണയുടെ സദ്വാർത്തയും കരുണയുടെ പ്രഘോഷണവുമാണ് വിശുദ്ധ ബൈബിളിലെ ഹോസിയായുടെ പുസ്തകം. ബൈബിളിൽ ഒരുപാട് ഭാഗത്ത് നമ്മളെ മനസ്സിനെ സ്പർശിക്കുന്ന, ബലപ്പെടുത്തുന്ന അനേക തിരുവചനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഹോസിയ 11:9 നമ്മളിങ്ങനെ വായിക്കും: ഞാൻ നിന്നെ ഒരിക്കലും നശിപ്പിക്കില്ല,
എന്തൊരാശ്വാസമാണ്, എന്തൊരു സ്വാതന്ത്ര്യമാണ് ഈ തിരുവചനം കേൾക്കുമ്പോൾ. ജീവിതത്തിൽ തകർച്ചയുടെയും പരാജയത്തിൻ്റെയും പാപചാബല്യങ്ങളുടെയും അടിയിൽപ്പെട്ടുപോയൊരു മനുഷ്യന് കർത്താവിൻ്റെ ദൂതാണ്, ഞാൻ നിന്നെ ഒരിക്കലും നശിപ്പിക്കില്ല. അതിന്റെ കാരണം അടുത്ത വാക്യമുണ്ട്, എന്തെന്നാൽ ഞാൻ മനുഷ്യനല്ല, നിന്റെ കൂടെ വസിക്കുന്ന പരിശുദ്ധനാണ്. മനുഷ്യരാണ് നശിപ്പിക്കാൻ നോക്കണത്, മനുഷ്യരാണ് തകർക്കാൻ നോക്കണത്, മനുഷ്യരാണ് കീഴ്പ്പെടുത്താൻ വ്യഗ്രതപ്പെട്ട് നടക്കണത്. പക്ഷേ ഹോസിയ പ്രവാചകങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും നശിപ്പിക്കില്ല. 14 അധ്യായത്തിന്റെ 4 വാക്യം, ഇതേ തിരുവചനം, ഇതേ പുസ്തകം. എനിക്ക് നിന്നോടുള്ള എല്ലാ കോപവും അസ്തമിച്ചു. ഹോസിയ പ്രവചനം 14 അധ്യായം 4 തിരുവചനം, ഞാൻ നിന്റെ അവിശ്വസ്തതയുടെ മുറിവുകൾ ഉണക്കും, എനിക്ക് നിന്നോടുള്ള കോപമെല്ലാം അസ്തമിച്ചു. ലില്ലി പോലെ നീ പുഷ്പിക്കും, വേര് പിടിച്ച് പന്തലിക്കും. ഞാൻ നിനക്ക് ഒലിവിന്റെ പരിമളവും ലെബനോന്റെ സുഗന്ധവും തരും. ഞാൻ പറഞ്ഞു വന്നത്, ഹോസിയയുടെ പുസ്തകം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ ഭാഗത്ത് അവിശ്വസ്തതയിൽ നിറഞ്ഞ ഇസ്രായേലിനുള്ള താക്കീതാണെങ്കിൽ, അതിൻ്റെ ബാക്കി ഭൂരിഭാഗം വരുന്ന അധ്യായങ്ങളും ദൈവത്തിൻ്റെ കരുണയുടെ വിളംബരമാണ്, പ്രഘോഷണമാണ്. അതിലൊരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ നിന്നെ വിശീകരിച്ചൊരു ദേശത്ത് കൊണ്ടുവരും, അവിടെ വെച്ച് ഹൃദ്യമായിട്ട് സംസാരിക്കും, നിനക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു തരും. പ്രിയപ്പെട്ട ഈ തിരുവചനം അക്ഷരം പ്രതി നിറവേറ്റപ്പെട്ട മനോഹരമായ മറ്റൊരു വചനം വിശുദ്ധ ബൈബിളിലുണ്ട്. ഹോസിയ 2:14 നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കപ്പെട്ട മറ്റൊരു രംഗമുണ്ട്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിന്റെ 11 മുതൽ വായിച്ചാൽ മതി. മഗ്ദലന മറിയം, ഉദ്ധാനം ചെയ്യപ്പെട്ട ഈശോ മിശിഹായുടെ കല്ലറയിങ്കൽ ഏകയായി തനിച്ചു നിൽക്കുന്ന മറിയത്തോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഉദ്ധാനം ചെയ്ത കർത്താവ്. ഉദ്ധാനം ചെയ്യപ്പെട്ട കർത്താവിന്റെ സാക്ഷികളെ ധ്യാനിച്ചാൽ അതിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പ്രകാശിക്കുന്ന നക്ഷത്ര ശോഭയോടെ വിളങ്ങി നിൽക്കുന്ന ഒരു മകുടമാണ് മഗ്ദലന മറിയം. ഞാൻ അവളെ വശീകരിച്ചൊരു വിജനദേശത്ത് കൂട്ടിക്കൊണ്ടുവരും, അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും, അവൾക്ക് നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ കൊടുക്കും. വാസ്തവത്തിൽ മഗ്ദലന മറിയത്തെ തനിച്ച് കാണുന്ന സംഭവം ഇവിടെയുള്ളൂ. അവൾ എപ്പോഴും ഇങ്ങനെ ഒരു കൂട്ടായ്മയിലാണ്. പിശാച് അവളെ ആവസിച്ചപ്പോൾ 7 പേര് ആവസിച്ചു എന്നാണ് വചനം. കുരിശിന്റെ ഇവിടെ നിൽക്കുമ്പോൾ അവളൊരു കൂട്ടായ്മയിലായിരുന്നു. ശിഷ്യന്മാരുടെ കൂടെ കൂടിയപ്പോഴും അവളൊരു കൂട്ടായ്മയിലായിരുന്നു. പക്ഷെ ഇവിടെ മാത്രം നമ്മൾ ഈ വിശുദ്ധയായ ഈ പെൺകുട്ടിയെ, വിശുദ്ധയാക്കപ്പെട്ട ഈ പെൺകുട്ടിയെ തനിച്ച് കാണുകയാണ്. കർത്താവ് അവളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ ഈ ഭാഗം ധ്യാനിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിൽ ദൈവം ക്രമീകരിക്കുന്ന ആത്മീയ വളർച്ചയുടെ 3 പടികൾ ധ്യാനിക്കാൻ പറ്റും. പ്രിയപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം നയിക്കുന്ന, ദൈവം വളർത്തുന്ന ആത്മീയ തേജസ്സിന്റെ, ആത്മീയ വളർച്ചയുടെ 3 പടികൾ. ഹോസിയ 2:14, ഞാൻ അവളെ വശീകരിച്ചൊരു വിജനദേശത്ത് കൂട്ടിക്കൊണ്ടുവരും. ഒന്നാമത്തെ പടി, ദൈവത്തെ സ്നേഹിക്കുന്ന ആത്മാവിനെ ദൈവം തേടി വരുന്ന മുഹൂർത്തം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഉദ്ധാനം ചെയ്ത കർത്താവിന്റെ കല്ലറയെങ്കിൽ അവൾ മാത്രമേ ഉള്ളൂ. ശിഷ്യന്മാര് പോയിട്ടും അവൾ പോകുന്നില്ല. അവള് കല്ലറയുടെ അരികിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അവളുടെ ഓർമ്മയിലും അവളുടെ ജീവനിലും അവളുടെ മനസ്സിലും ഇങ്ങനെ മരിക്കാതെ കിടക്കുന്നവൻ അവളുടെ ഗുരുവുണ്ട്. ഒടുവിൽ ഈശോ മിശിഹ അവളെ ഇങ്ങനെ തേടി വന്നു. എന്നിട്ട് പേര് ചൊല്ലി വിളിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായത്തിന്റെ 3 തിരുവചനം, ഞാൻ അവയെ പേര് ചൊല്ലി വിളിക്കും. എന്ന് വെച്ചാൽ അവനെ അന്വേഷിക്കുന്ന,
അവൻ്റെ ആട്ടിൻപറ്റത്തെ അവനിതാ പേര് ചൊല്ലി വിളിക്കുകയാണ്. എന്നുവെച്ചാൽ ആത്മീയ വളർച്ചയുടെ ആദ്യ പടി എന്ന് പറഞ്ഞാൽ ദൈവം ഒരാത്മാവിനെ തെരഞ്ഞെടുക്കുന്നു, ദൈവം അവനെ പേര് ചൊല്ലി വിളിക്കുന്നു, ദൈവം അവനെ പേര് ചൊല്ലി വിളിച്ച് സ്വന്തമാക്കുന്നു. നിങ്ങൾ പത്രോസിന്റെ ജീവിതം പഠിച്ചാൽ, പൗലോസിന്റെ ജീവിതം പഠിച്ചാൽ, സാമുവേൽ പ്രവാചകന്റെ ജീവിതം പഠിച്ചാൽ, സക്കബൂസിന്റെ ജീവിതം പഠിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ മിഴിവോടെ പ്രകാശിക്കുന്ന ഓരോ മനുഷ്യ വ്യക്തികളുടെയും ഓരോ അപ്പസ്തോലന്മാരുടെയും ഒക്കെ ജീവിതം പഠിച്ച് നമ്മൾ കാണുന്ന ഒരു സത്യം ഇതാണ്: ദൈവം അവരെ പേര് ചൊല്ലി വിളിക്കുകയാണ്, ദൈവം അവരെ വിളിച്ച് വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തുകയാണ്. ഇപ്പോ മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിന്റെ ആത്മീയ വളർച്ചയുടെ ആദ്യ പടിയായിട്ട് ഇതാ അവളെ ദൈവം പേര് ചൊല്ലി വിളിച്ചു. രണ്ടാമത്തെ ഘട്ടം, ഇത് ദൈവീക വെളിപാടിന്റെ ഘട്ടമാണ്. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈശോ മിശിഹായും മഗ്ദലന മറിയവും തമ്മിൽ അതിഗഹനമായ വിശ്വാസ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇനിയും ആരോഹണം ചെയ്തിട്ടില്ല, നീ എന്നെ തടഞ്ഞു നിൽക്കരുത്, എൻ്റെയും നിൻ്റെയും കർത്താവായ ദൈവത്തെങ്കിലേക്ക് എനിക്ക് മടങ്ങിപ്പോകാനുണ്ട്. ഇങ്ങനെ ആത്മീയ വിഷയങ്ങൾ, ഗഹനമായ ദൈവശാസ്ത്ര വിഷയങ്ങൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിൽ ദൈവം സന്നിവേശിപ്പിക്കുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആത്മീയ വളർച്ചയ്ക്ക് അനുകൂലമായി വിശ്വാസ സത്യങ്ങൾ, ദൈവീക രഹസ്യങ്ങൾ, വചനത്തിന്റെ വെളിച്ചങ്ങൾ, വ്യാഖ്യാനങ്ങൾ കർത്താവ് അവർക്ക് നൽകും. നമുക്കൊന്ന് അഭിഷേകത്തോടെ പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഒരു ഘട്ടത്തിലേക്ക് വളരാനുള്ളൊരു ആഗ്രഹത്തോടെ പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നല്ല ജീവനോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ വായിച്ച വചനഭാഗങ്ങൾ അതിൻ്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നു. അതല്ലെങ്കിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ, ദൈവാരാധന മുഴുകുമ്പോൾ ചില ദൈവീക വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ തുറക്കപ്പെടുകയായി. നിങ്ങൾ വിശുദ്ധ അന്തോണീസിന്റെ ജീവിതം പഠിച്ചാൽ, വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട്. അന്തോണീസ് ഒരു വൈദികനാകാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അഗസ്റ്റീനിയൻ ആശ്രമത്തിന്റെ ആ ഒരു സുഖശീതളിമേളിയിൽ അവൻ വൈദികനായി ആശ്രമത്തിലെ സന്യാസിയായി ജീവിക്കുകയാണ്. അതിനിടയിലാണ് അസീസി പുണ്യവാന്റെ 5 ശിഷ്യന്മാര് മൊറോക്കോ ദ്വീപിലേക്ക് സുവിശേഷം പറയാൻ പോകുന്നത്. അവരന്ന് രാത്രി ഈ അഗസ്റ്റീൻ ആശ്രമത്തിൽ താമസിക്കുകയാണ്. അവരെവിടേക്ക് പോകുന്നു ചോദിച്ചപ്പോൾ അവർ സുവിശേഷം പറയാൻ പോവുകയാണ്. അങ്ങനെ ഇവരുടെ മുഖത്തെ ആവേശവും അവരുടെ സംസാരത്തിന്റെ തിടുക്കവും കണ്ടപ്പോൾ അന്തോണീസിന് ഇങ്ങനെ കൊതി തോന്നുന്നുണ്ട്. ഏതാനും ദിവസം കഴിഞ്ഞിട്ട് ഈ ദ്വീപിലേക്ക് സുവിശേഷം പറയാൻ പോയി എല്ലാവരും തിരിച്ചു വന്നു. പക്ഷേ അവർ തിരിച്ചു വന്നത് ജീവനോടെയല്ല, മറിച്ച് നിത്യജീവന്റെ കിരീടം പേറിയിട്ടാണ്. അവരെല്ലാവരും വധിക്കപ്പെട്ടു. സുവിശേഷം പറയാൻ പോയതിൻ്റെ പേരിൽ അവര് അവിടുത്തെ വിജാതിയരാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. അങ്ങനെ ഈ 5 പേരുടെയും മൃതസംസ്കാര ഘോഷയാത്രയാണ് അതിലൂടെ മടങ്ങിപ്പോയത്. ഇത് കാണുന്ന അന്തോണീസിന് സഹിക്കാൻ പറ്റിയില്ല. അന്തോണീസ് ആ രാത്രി ഉറക്കമില്ലാതെ കിടക്കുകയാണ്. ആ ഒരു സംഭവം, ആ ഒരു ദർശനം അന്തോണീസിന്റെ ജീവിതത്തിൽ ആഴമായി സ്പർശിക്കുകയാണ്. ആ രാത്രി ഉറക്കമില്ലാതെ ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്തോണീസ് തിരുവചനം എടുത്തു. അവനൊരു വചനം കിട്ടി. അതുവരെയും ചിന്തിക്കാത്ത അർത്ഥതലങ്ങളിലൂടെ ആ വചനം അവനെ നയിച്ചു. അവൻ അഗസ്റ്റീനിയൻ ആശ്രമത്തിന്റെ പടിയിറങ്ങി. അവൻ പിറ്റേന്ന് അസീസി പുണ്യവാന്റെ ആശ്രമവാദിക്കലെത്തി. അവൻ ഒരു അസീസിയുടെ സന്യാസിയായി മാറി, വചനപ്രഘോഷകനായി മാറി. അത് ദൈവം പേര് ചൊല്ലി വിളിച്ചൊരാത്മാവിനെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, ചില ദൈവാനുഭവങ്ങളിലേക്ക്, വചനത്തിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക്, ദൈവിക വെളിപാടുകളിലേക്ക് അവൻ നയിക്കും. വാസ്തവത്തിൽ മഗ്ദലനായ്ക്ക് ലഭിച്ച ദൈവാനുഭവം ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഘട്ടം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പേര് ചൊല്ലി വിളിച്ചു, ദൈവികമായ വ്യാഖ്യാനങ്ങൾ പങ്കുവെച്ചു കൊടുത്തു. അതിന്റെ സമാപനത്തിൽ ഈശോ പറയാണ്, നീ എൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോവുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ അവരോട് പറയുക. അത് പ്രേക്ഷിത ദൗത്യം കൊടുത്ത്, പ്രേക്ഷിത ഉത്തരവാദിത്വം കൊടുത്ത് ദൈവം ഈ ആത്മാവിനെ പറഞ്ഞയക്കുന്ന ഘട്ടം. അതാണ് ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളാണ്. അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിൻ്റെ അകത്തളങ്ങളിൽ സംഭവിക്കുന്ന പടിപടിയായിട്ടുള്ള വളർച്ചയുടെ ഘട്ടമാണ്. അതിൻ്റെ ഒരു സ്ഥിരീകരണം സംഭവിച്ചു കഴിയുമ്പോൾ അവരെല്ലാവരും ദൈവത്തിൻ്റെ ദൗത്യവാഹകരായിട്ട് അയക്കപ്പെടുകയാണ്. നിങ്ങൾ ശിഷ്യന്മാരുടെ ജീവിതം പഠിക്ക്, സൗളിന്റെ ജീവിതം പഠിക്ക്. പൗലോസായി മാറിയ ശേഷം അവരിങ്ങനെ അയക്കപ്പെടുകയാണ്.
പത്രോസിന്റെ ജീവിതം പഠിക്ക്. അവനെ ഇങ്ങനെ പേര് ചൊല്ലി വിളിച്ച് അവന് തന്നെ സ്നേഹിക്കാനുള്ള ഉത്തരവാദിത്തം കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് അവൻ്റെ ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ട് അവസാനം ടീച്ചർ പറയാണ് എന്നെ അയക്ക്. അവസാനം ടീച്ചർ പറയാണ് നീ എന്നെ അനുഗമിക്കുക, പ്രസംഗിക്കാനായിട്ട് അയക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, മഗ്ദലേന മറിയത്തിന്റെ ജീവിതവുമായി നമ്മളിങ്ങനെ ധ്യാനിച്ചാൽ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളെ വേർതിരിച്ചെടുത്ത് ദൈവത്തിങ്കിലേക്ക് അല്പം കൂടെ ആഴപ്പെട്ട് അടുക്കാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ അവിടെ വ്യക്തമാണ്. ദൈവം വിളിക്കുന്നു, ദൈവം വെളിപ്പെടുത്തുന്നു, ദൈവം അയക്കുന്നു. ഈ 3 ഘട്ടങ്ങൾക്ക് ശേഷം മഗ്ദലേനയുടെ ജീവിതം നമ്മളൊന്ന് ആഴത്തിൽ പഠിച്ചാൽ ഒരു കാര്യം കുറെ കൂടെ ആഴത്തിൽ നമ്മെ സ്പർശിക്കുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകും. എന്ന് വെച്ചാൽ ഏതു കാര്യത്തിൽ ഒരു വ്യക്തി ഇടറിപ്പോയോ അതേ കാര്യത്തിൽ, അതേ ബലഹീനതയിൽ പുനഃപ്രതിഷ്ഠിച്ച് സമഗ്രമായൊരു പരിവർത്തനത്തിലേക്ക് ക്രിസ്തു അവളെ ക്ഷണിച്ചു. എന്ന് വെച്ചാൽ മഗ്ദലേനയുടെ ചരിത്രം പഠിച്ചാൽ ഒരുപാട് ചെറു സ്നേഹങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടന്നവളാണ് അവൾ. ജീവിതത്തിന്റെ ആസക്തിയെ തൃപ്തിപ്പെടുത്താൻ അവിടെയും ഇവിടെയും ഒരുപാട് സ്നേഹങ്ങളുടെ പിറകെ നടന്നുപോയ പാഴായിപ്പോയൊരു ജന്മത്തിന്റെ ഉടമയായിരുന്നു അവളുടെ പൂർവ്വകാലത്ത് മഗ്ദലേന. പക്ഷേ ആ സ്നേഹത്തെയാണ് ഉദ്ധാനം ചെയ്ത ക്രിസ്തു വിശുദ്ധീകരിച്ചത്, വിമലീകരിച്ചത്. എന്നിട്ട് ഉദ്ധാനം ചെയ്ത ക്രിസ്തു അവളിലൂടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്ക്. അവൾക്കുണ്ടായിരുന്നത് സ്നേഹദാഹമാണെങ്കിൽ ആ സ്നേഹദാഹത്തെയാണ് അവൻ വിശുദ്ധീകരിക്കുന്നത്. ആ സ്നേഹമാണ് അവളെ കുരിശിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി നിർത്തിയത്. ആ സ്നേഹമാണ് അവളെ കല്ലറയിലേക്ക് നടക്കാൻ പ്രേരിപ്പിച്ചത്. അതേ സ്നേഹമാണ് കല്ലറയിൽ കാത്തു നിൽക്കാൻ പ്രേരിപ്പിച്ചത്. അതേ സ്നേഹമാണ് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ ദർശനത്തിലേക്ക് അവളെ നയിച്ചത്. അതേ സ്നേഹമാണ് പ്രേക്ഷിത ദൗത്യവുമായിട്ട് അവളെ അയക്കുന്നത്. ഏതു കാര്യത്തിൽ അവളുടെ ജീവിതം കൈവിട്ടു പോയോ അതേ കാര്യത്തിലൂടെ അവളുടെ ജീവിതത്തെ തിരികെ പിടിക്കുന്ന ക്രിസ്തു. നമ്മൾ എത്ര ബലഹീനരാണെങ്കിലും, നമ്മൾ എത്ര താഴ്ത്തപ്പെട്ടവരാണെങ്കിലും, എത്രമാത്രം ചാബല്യങ്ങളുടെ അരങ്ങു വാഴുന്ന വേദിയായിട്ട് ഒരു മനുഷ്യജന്മം അധപതിക്കുന്നുണ്ടെങ്കിലും അതേ രംഗത്തിലൂടെ, അതേ സംഭവത്തിലൂടെ, അതേ ബലഹീനതയിലൂടെ എന്നെ തിരികെ പിടിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവുണ്ട്. അതേ രംഗത്തിലൂടെ എന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അതേ വേദിയിലൂടെ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് സ്വർഗത്തിന് വേണ്ടി നേദിച്ച് പ്രതിഷ്ഠിക്കുന്ന കർത്താവുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടു. എനിക്ക് വളരെ ആത്മാർത്ഥമായ സ്നേഹം മനുഷ്യനോട് തോന്നി. എന്ന് വെച്ചാൽ മദ്യാസക്തി കൊണ്ടും മദ്യപാനം കൊണ്ടും ജീവിതവും ആ മനുഷ്യന്റെ കുടുംബവും തകർന്ന് നാശമായി പോയി. പക്ഷെ ഒരു വേള ഒരു ധ്യാനത്തിൽ ഈ മനുഷ്യന്റെ ആത്മാവിൽ ദൈവം ഇടപെട്ടു. മദ്യപിച്ച് ജീവിതം നശിപ്പിക്കുക എന്നൊരാസക്തിയെ അത്ഭുതകരമായി ദൈവം ഏറ്റെടുത്തു. പ്രകടമായൊരു വിശുദ്ധീകരണം. ഇപ്പൊ 12 കൊല്ലായി. ഈ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? 103 മനുഷ്യരെ മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ ഈ 12 വർഷങ്ങൾ പ്രയോജനപ്പെട്ടു. ഇനി എത്ര ബാക്കിയുണ്ടെന്നറിയില്ല. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. 103 മനുഷ്യരെ കൊടിയ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇതേ പാപത്തിൽ കിടന്നൊരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഏതൊരു ബലഹീനതയിൽ എൻ്റെ ജീവിതം കൈവിട്ടു പോകുമെന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ടോ അതേ ബലഹീനതയിൽ ദൈവം കടന്നു വന്നാൽ അതേ ബലഹീനതയിലൂടെ ജീവിതത്തിൻ്റെ ആഴപ്പെട്ട അനുഭവങ്ങളിലേക്കും അത്ഭുതകരമായ ദൈവ സാന്നിധ്യത്തിലേക്കും അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ജന്മത്തിലേക്കും നിനക്ക് ഉയരാൻ പറ്റും. സ്നേഹദാഹത്തിൽ ആണ്ടുപോയ ഒരു പാപിനിയായ മകളെ അതേ സ്നേഹത്തിൻ്റെ ആഴപ്പെട്ട അനുഭവത്തിലൂടെ ഉദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട് കർത്താവിന് മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ബലഹീനമാണോ, എത്ര തകർന്നതാണോ, അത്രമേൽ പരാജിതമെന്ന് നാം നനയ്ക്കുന്നുണ്ടോ അതേ അനുഭവത്തിലൂടെ ദൈവം തിരികെ പിടിക്കും. അതുകൊണ്ട് ഹോശേയയിലൂടെ പറഞ്ഞ വചനത്തെ നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം. ഞാൻ നിന്നെ വശീകരിച്ചൊരു വിജനദേശത്ത് കൂട്ടിക്കൊണ്ടുവരും. അവിടെ വെച്ച് നിന്നോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരും. എൻ്റെ ഇടർച്ചകളെ അതേ വഴിയിലൂടെ തന്നെ തിരുത്തിയെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറക്കരുതേ. ആ ദൈവം ഈ മണിക്കൂറിൽ നമ്മെ അനുഗ്രഹിക്കും. നമുക്കവനെ ആരാധിക്കാം. ആമേൻ. ആരാധന ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. ആമേൻ.
സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന ആരാധന. ദിവ്യകാരുണ്യേശോ, ആരാധനയോടെ ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് വരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം. അന്ന് പൊടിയിലുറങ്ങുന്ന എല്ലാവരും ഉണരും, ചിലർ നിത്യജീവനായും മറ്റു ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി. പ്രവാചക വചനങ്ങളെ സ്ഥിരീകരിക്കുമാർ ഈശോ നീ പറഞ്ഞു. ലൂക്കാസ് സുവിശേഷം 9:26. എന്നെ പ്രതിയോ എൻ്റെ വചനങ്ങളെ പ്രതിയോ ആരെങ്കിലും ലജ്ജിച്ചാൽ അവനെ പ്രതി മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ ലജ്ജിക്കും. റോമലേഖനം 1:16. സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല. 2 തിമോത്തി 1:8. യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുതേ. പഴയ നിയമം അങ്ങയുടെ അധരങ്ങളിൽ പൂർത്തിയാക്കപ്പെട്ടു. അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് തിരുസഭ സ്വീകരിച്ചു. തിമോത്തിയോസിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ജീവിതം മുഴുവൻ അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അനുഗ്രഹ വിളിയെ സ്വന്തമായി സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും അങ്ങയെ മാത്രം ധ്യാനിക്കാനും അങ്ങയുടെ സുവിശേഷത്തിനും അങ്ങയുടെ തിരുവചനത്തിനും സാക്ഷ്യം നൽകാനുമുള്ള ഉത്തരവാദിത്വത്തെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അങ്ങൊരുക്കുന്ന ഓരോ മേഖലകളിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും ജീവിത നിലപാടുകൾ കൊണ്ടും സാക്ഷ്യം വഹിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തരണമേ. മരണക്കിടക്കയിൽ വരെ ദിവ്യകാരുണ്യത്തിന് സാക്ഷ്യം വഹിച്ച മക്കളെപ്പോലെ ജയിലറകളിലും കാരാഗ്രഹവാസങ്ങളിലും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിച്ച സ്ത്രീകന്മാരെ പോലെ കർത്താവ്, ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ഈ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി ദാഹിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വിശുദ്ധ വിയാനിപ്പണിയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാവട്ടെ, അത് അവിടുത്തെ പ്രതി അഭിമാനിച്ചുകൊണ്ടാവട്ടെ. കർത്താവ്, ഈ സമയത്ത് അങ്ങ് ആശീർവദിക്കുന്ന സമയം, അങ്ങ് അനുഗ്രഹിക്കുന്ന സമയം, ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരുണ കാണിക്കണമേ. ഈ സമയത്ത് പരിശുദ്ധ കുർബാനയിൽ അങ്ങ് ആശീർവദിക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് ഞങ്ങളെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവിൻ്റെ പരിശുദ്ധ ആശീർവാദത്തിന് വേണ്ടി മനസ്സൊരുക്കി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ